ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ഒരു ഭാഗം ഞാൻ എങ്ങനെയാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് എന്നുള്ള കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. As I had mentioned in the last weeks, before we share from the Word of God, I want to share with you how I received the Lord, how I came to know the Lord Jesus Christ in my life. 1974 ജൂലൈ മാസം 20-ാം തീയതി രാവിലെ എൻ്റെ കൊച്ചു ഗ്രാമമായ കൊച്ചറയില് ഒരു വലിയ ഡിബേറ്റ് നടന്നു. In the year of 1974, on July 20, in our little village called Kochara, there was a big debate which was happening. ഇതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന മദ്യപാനികളായിരുന്ന ചില ക്രിസ്ത്യാനികൾ പാസ്റ്റർ TS ജോർജ് എന്ന ഒരു ദൈവദാസൻ വന്ന് സുവിശേഷം പറഞ്ഞവർക്കൊക്കെ രൂപാന്തരമുണ്ടായി. അവരൊക്കെ ബൈബിളുമായിട്ട് പോകുന്ന രംഗം ഹിന്ദുക്കളായിരുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കെല്ലാം സന്തോഷമായിരുന്നു. There was a reason behind it, because there was Pastor TS George who had come and preached the word of God, and many alcoholics had been transformed, and they were carrying with them the Bibles and going around, and we as Hindus were happy about it. പക്ഷേ ഈ മാനസാന്തരപ്പെട്ട ആൾക്കാർ മദ്യപാനികളൊക്കെ ഉടലോടെ നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കതിനെതിരായി. But when these transformed alcoholics, when they started saying that if you do not turn or repent, you will go to hell. If you do not transform, you go to hell. Then we became uncomfortable with that. അതുകൊണ്ട് മദ്യപാനം ശരിയാണോ തെറ്റാണോ എന്നൊരു ചർച്ച കൊച്ചറയിൽ നടക്കുകയാണ്. So we had this debate: is drinking alcohol right or wrong? എന്റെ ലീഡർ ഒരു യാക്കോബക്കാരൻ രാജു, ഞങ്ങളുടെ ഒരു സംഘം. My leader, there was a person from the Jacobite committee, me and our community. ഞങ്ങൾക്കെതിരായിട്ടുള്ളത് കൊച്ചറ ഷാരോൺ ചർച്ചിലെ ഈ മാനസാന്തരപ്പെട്ട ആൾക്കാർ. So those who were against us were these people who had repented in that Kochara village. മദ്യപാനം തെറ്റാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും ഇവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. Though we knew alcoholism was wrong, our only aim was to somehow defeat them in this conversation. ഇവർ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇവരുടെ ഉപദേശം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുകയില്ലായിരുന്നു. We were happy that they were rescued from this alcoholism, but their doctrine we couldn't accept. അങ്ങനെ ചർച്ചകൾ പുരോഗമിച്ചു. മദ്യപാനിയും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ ചർച്ചയിൽ വന്നു. So they were saying that the alcohol drunkards will not enter the kingdom of God, and these type of arguments were coming. ഞങ്ങളെ ഈ എല്ലാവരും മദ്യം ഉപയോഗിക്കുന്നുണ്ട്, ഒരുപക്ഷെ ആ പേരിലായിരിക്കുകയില്ല. ആൽക്കഹോളിക് കണ്ടന്റുകൾ ആയുർവേദ മരുന്നുകളില്, അലോപ്പതി മരുന്നുകളില് ഒക്കെയുള്ള ആൽക്കഹോളിക് കണ്ടന്റ് ഈ നിലയിൽ മരുന്നായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നു എന്ന് സമർത്ഥിക്കാനായി പരിശ്രമിച്ചു. So we were trying to argue that many people use alcohol. Maybe it's not in the name alcohol, but alcoholic contents with in the various types of Ayurvedic or allopathic medicines it's used. So we were trying to debate with them in that way. ആയുർവേദ മരുന്നുകളിലൊക്കെ ഉള്ള പല കഷായങ്ങളോ അരിഷ്ടങ്ങളോ ഒക്കെ മദ്യമെന്ന് പറയുകയില്ലെങ്കിലും അത് മദ്യമാണത്. Yeah, though the alcoholic contents in the Ayurvedic medicines and all the other medications, though they do not call it as alcohol, but it is a content part of it. ഇവന് ഇംഗ്ലീഷ് മരുന്നുകളില് പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്ന മോർഫിൻ തുടങ്ങിയതൊക്കെ ഒരു ഡോക്ടർ ഉപയോഗിക്കുമ്പോഴാണ് തെറ്റല്ലാതെ വരുന്നത്. പക്ഷെ അത് വേറൊരു രീതിയിൽ ഉപയോഗിച്ചാൽ അത് മയക്കുമരുന്ന് മാഫിയയിലാണെങ്കിൽ അത് വലിയ ക്രിമിനൽ കുറ്റമാണ്. Even some pain killers like morphine or something, when a doctor uses it, it's not wrong, but if it's used in a higher dose, it can become a criminal offense. അങ്ങനെ ഈ മദ്യം അല്ലെങ്കിൽ ആൽക്കഹോളിക് കണ്ടന്റ് ഡിഫറെന്റ് രീതിയിൽ ആൾക്കാര് ക്യാപ്സ്യൂളായിട്ടോ ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലോ ഏതെങ്കിലും നിലയിലൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചു.
So in the same way, we try to argue with them that people are consuming alcohol in some other contents, maybe through alcohol, through capsules, through medications. In some way, it is entering into many people. പക്ഷെ അതിനൊക്കെ അവര് ഞങ്ങൾക്ക് നല്ല മറുപടി നൽകി, ഞങ്ങളെ പരാജയപ്പെടുത്തി കളഞ്ഞു. For all those kinds of arguments, they gave a good answer and defeated us. അപ്പോൾ ഇതില് അവസാനം ഞങ്ങൾ പരാജയത്തിന്റെ വക്കിലായി. Finally, we were being defeated. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ക്രിസ്ത്യാനികളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, ഈ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന സുവിശേഷം ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. So I heard this type of miracles that Jesus may turn water into wine, those type of stories. വേറെ സുവിശേഷം ഒന്നും ആരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞതായിട്ടോ ഒരു ട്രാക്ട് തന്നായിട്ടോ ഒരു സുവിശേഷ യോഗത്തിന് എന്നെ വിളിച്ചതായിട്ടോ ഒന്നും ഓർമ്മയില്ല. But other types of any good news or gospel or someone coming and handing over a tract or inviting us for a convention, I don't remember anything like that. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ യേശുവിന് പച്ചവെള്ളം മദ്യമാക്കാമെങ്കിൽ എന്തുകൊണ്ട് അല്പം കുടിച്ചുകൂടാ? ഒരു സമാധാനത്തിന്, ഒരു സന്തോഷത്തിന്, ഒരു റിലാക്സേഷന് എന്താണ് ഇത്ര തെറ്റ് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. So I asked them, if your God can turn water into wine, why don't we consume some of it just for a temporary fun, temporary satisfaction? എന്റെ ചോദ്യത്തിന് മുൻപിൽ അവർക്ക് മറുപടി ഇല്ലാതായി പോയി. They didn't have any answer in front of my question. അവർ പരാജയപ്പെടുകയാണ്. They were being defeated in that argument. ഞാൻ ഒരു അല്പസമയോടെ ഹീറോ ആയി. For a temporary time, I became a hero in front of them. വാസ്തവത്തിൽ ഞാൻ സീറോ ആണെന്ന് എനിക്കറിയാം, പക്ഷെ അവരുടെ മുൻപിൽ ഞാൻ ഹീറോ ആയി. Truly, actually, I was a zero, but in front of them, for that moment, I became a hero. ഈ ക്രൈസ്തവരായിട്ടുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വളരെ പുകഴ്ത്തി, ഒരു ഹിന്ദുവിന്റെ ചോദ്യത്തിന് പോലും നിനക്കൊന്നും മറുപടി പറയാൻ അറിയാൻ മേല എന്നൊക്കെ പറഞ്ഞവരെ കളിയാക്കി. So this Christian friends who were with me, they were telling this Hindu person asked the question and you cannot answer, and they were taking advantage of them. അവർ പരാജിതരായി കടന്നുപോയി. So they went back defeated. അവരുടെ പാസ്റ്റർ എന്റെ വീടിനടുത്ത് എന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ബൈബിൾ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. So their pastor was conducting a Bible class every day in nearby in one of my friends' home. പിന്നെ രാത്രി ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ബിൽഡിങ്ങിന് അടുത്തൂടെ വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ. The evening I was going home around 8:30, so I had to pass through nearby this house. അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല. ഈ പെട്രോമാക്സ് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ പ്രകാശം ഇങ്ങനെ ഈ ഡോറിലൂടെ റോഡിലേക്ക് ഒഴുകുന്നുണ്ട്. So that night we don't have electricity in our village. This lamp was lit and that light was being shined through this road. ഞാൻ ഇത് ക്രോസ് ചെയ്തിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ. So I need to cross this home and go towards my home. പക്ഷെ എനിക്ക് ക്രോസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. But I am not able to cross that place. എന്നെ ആരോ ആ റൂമിലേക്ക് ആകർഷിക്കുകയാണ്. It was like someone was attracting me towards that room. പക്ഷെ എന്റെ മനസ്സിൽ ഞാനൊരു ക്രിസ്ത്യൻ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല. So in my mind these thoughts are coming. I have not taken part in any Christian meeting. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലജ്ജാകരമായ കാര്യമാണ്. As far as it's concerned with me, it is a very low thing to be a part of them. ഞങ്ങൾ അങ്ങനെ ഒരു ക്രൈസ്തവ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല. So I have not yet taken part in any kind of Christian gatherings. പക്ഷെ എന്റെ ഹൃദയം അവിടേക്ക് ആകർഷിക്കപ്പെടുകയാണ്. But my heart was being pulled or attracted towards that place. മറ്റൊരു പ്രശ്നം കൂടെ എനിക്കുണ്ടായിരുന്നു. One more problem I had. ഞങ്ങളുടെ ഗ്രാമം കൊച്ചു ഗ്രാമമാണ്. എല്ലാവർക്കും തമ്മിൽ അറിയാം. അന്ന് രാവിലെയും ഞാൻ അവരെ പരാജയപ്പെടുത്തിയതാണ്, കളിയാക്കിയതാണ്. അവരിരിക്കുന്ന ഒരു യോഗത്തിലേക്ക് കയറി ചെല്ലുക സ്വാഭാവികമായും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. So my village was a very small village. Everyone knew each other. Just that morning I had defeated them with my arguments, and now I am going and joining them. It was a very low thing for me to join. ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇതൊരു യുദ്ധം, ഒരു tug of war നടന്നുകൊണ്ടേയിരുന്നു. This was like a great struggle or a tug of war happening in my mind. അവസാനം എനിക്ക് അവിടെ നിൽക്കാൻ കഴിയാതെയായി. So for some time I couldn't just stand there. ഞാൻ ആ റൂമിലേക്ക് കയറി. So I entered that room. ഞാൻ കയറിയപ്പോൾ എന്നെ കണ്ടവരൊക്കെ ഒരു ഭയം അവിടെ വ്യാപരിച്ചു.
So when I entered, people who saw me, suddenly a fear entered their hearts. കാരണം രാവിലത്തെ സംഭവം അവർക്കറിയാം. So they just was remembering what happened in the morning. അപ്പൊ അവരുടെ ചിന്ത, എന്റെ ലീഡറായ രാജു ഇതിന്റെ പിന്നിലുണ്ട്, എന്നെ ഈ യോഗം കലക്കാനായിട്ട് കയറ്റിവിട്ടതായിട്ട് അവർക്കങ്ങ് തോന്നി. So they suddenly came to thought that my leader Raju is behind me, so I have been pushed into this so that I will stop this meeting and bring disruption in this meeting. അതായിരിക്കും അവർക്കുണ്ടായ ആകപ്പാടെ ഒരു ഭയം അവിടെ ഉണ്ടായി. So suddenly they had a sense of fear when I entered that place. ഒരു 5 മിനിറ്റിൽ കൂടുതൽ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാവരും എന്നെ ഒരു സംശയത്തിന്റെ കണ്ണോടുകൂടെ നോക്കുന്നതായിട്ട് കണ്ടു. For more than 5 minutes, I couldn't sit there properly because all of them were looking at me with doubting eyes. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. So I went out of that place. എന്റെ വീട്ടിലേക്ക് ഞാൻ നടന്നു പോവുകയാണ്. രാത്രി ഒരു 8:30-9 മണിയായി കാണും. So I'm walking towards my house. It was around 8:30 to 9. എന്നിൽ വലിയ പാപബോധമുണ്ടായി. So in my heart there was a great conviction of sin. പാപം ഒക്കെ അറിയാമെങ്കിലും പാപബോധം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I knew what is sin, but I didn't know what is the conviction of sin. ഭയങ്കരമായ ഞാനൊരു പാപിയാണെന്നുള്ള ബോധം എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ബോധം ഉണ്ടാകുകയാണ്. So there was a great sense of conviction which was coming in my mind, which has not yet occurred before. ജീവിതത്തിൽ ആദ്യമായ ഒരു സംഭവമാണ്. This was the first time it was happening in my life. എങ്ങനെ വിശദീകരിക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how to describe it, how it happens. ഇപ്പോഴെനിക്കറിയാം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവാണെന്ന് ഇപ്പോഴെനിക്കറിയാം. But now I come to understand that it is through the biblical understanding that it's the conviction that is brought by the Holy Spirit. ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. The Bible says when the Holy Spirit comes, he will convict you of sin, righteousness and judgment. ഞാനൊരു പാപി ആണെന്ന് പറഞ്ഞ് ഞാൻ നിലവിളിക്കുകയാണ്. റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറെ കൂടെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഞാനൊരു കുട്ടിയെ പോലെ എന്റെ പാപത്തെ ഓർത്ത് വിലപിക്കുകയാണ്. So in that road, no one was there in that road, in that small village. Like a small child, I was crying out, I am a sinner, with that conviction of sin in my heart. യേശു എന്നെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരികയാണ്. So this mind, in my mind, this thought came, can Jesus save me in this situation? എന്താണ് രക്ഷ, എങ്ങനെയാണ് യേശു രക്ഷിക്കുന്നത് എന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. So what is salvation? How will Jesus save? If you ask me that time, I don't know. അതിന്റെ യുക്തിയും അറിഞ്ഞുകൂടാ, അതിന്റെ തിയോളജിയും അറിഞ്ഞുകൂടാ, അതിന്റെ സയൻസും അറിഞ്ഞുകൂടാ. I don't know what is the understanding behind it, what is the theology behind it, or the science behind it. പക്ഷെ അതെന്റെ അനുഭവമാണ്. But that was my experience. പിന്നീട് എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ അത് മനസ്സിലായി. അതിന്റെ സയൻസും മനസ്സിലായി, അതിന്റെ തിയോളജിയും മനസ്സിലായി, അതിന്റെ യുക്തിയും മനസ്സിലായി. Later on, I came to know when I read the Bible, I came to know the proper understanding of what I was experiencing that time. യേശു പറയുന്നു, ഞാൻ ഹൃദയവാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളിൽ വരും, അവന്റെ അകത്ത് വരും. Jesus is saying, behold, I stand at the door and knock. If anyone hears my voice and opens the door, I will come into him. അന്ന് യേശുവിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. That day I didn't know how to accept the Lord Jesus. ഞാൻ മുട്ടുമടക്കിയിരുന്നില്ല, കണ്ണടച്ചിരുന്നില്ല, മുട്ടുകുത്തിയില്ല. ആ റോഡിൽ നിന്നുകൊണ്ട് യേശുവേ എന്നെ രക്ഷിക്കണമേ, രക്ഷിക്കുക എന്ന് പറയുന്ന അർത്ഥതലം പോലും ആഴമായിട്ട് അറിഞ്ഞുകൂടാ. ആ പ്രസന്റ് സ്ട്രഗിളിൽ നിന്നൊരു രക്ഷ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. I didn't know how to kneel down or close my eyes. In that road, when I was standing itself, I was asking, Lord, Jesus, save me. I didn't know what is the meaning of saving, but to get me out of this present struggle, I asked the Lord, please save me. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു വലിയ പ്രകാശധാര എന്റെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണുകയല്ല, ഫീൽ ചെയ്യുകയാണ്. മറ്റു പ്രകാശകിരണങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ ഒക്കെയല്ല. ചില റേസുകൾ ഒരുപക്ഷെ ഒക്കുമായിരിക്കും. പക്ഷെ ഇതെനിക്ക് ഒരു ഭയങ്കരമായിട്ടൊരു സമാധാനം നൽകുന്ന നിലയിൽ ഇങ്ങനെ വന്നു നിറയുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്യുകയാണ്. So when I said those words, I experienced a great light, sensing not that I was seeing, I was feeling in my heart that there was a great peace that I experienced. ഇതിനിടയ്ക്ക് എന്റെ ബ്രെയിൻ എന്നെ ഫൂൾ ചെയ്യുകയാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഈ സന്തോഷത്തെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം. So in the midst of it, I was thinking, is it any fooling of my mind? Am I thinking anything like hallucinating or something? Those type of thoughts was coming.
ഒരു തൽക്കാല സമയത്ത് ഈവൻ മെഡിസിൻ ഉപയോഗിച്ചാൽ പോലും നമുക്ക് അങ്ങനെയുള്ള സന്തോഷമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. Even for temporary, even if you use certain types of medicines, you can have those types of joys. എന്റെ ബ്രെയിൻ എന്നെ ഫൂൾ ചെയ്യുകയാണോ എന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. So I was not thinking like this, whether my brain is fooling me. അപ്പൊ ഞാൻ ഓർത്തു, ഫൂൾ ചെയ്താൽ എന്ത്, ഇത് മദ്യം ഉപയോഗിച്ചല്ലോ, മയക്കുമരുന്ന് ഉപയോഗിച്ചതല്ലോ, അപ്പൊ അങ്ങനെ ഒരു ഫൂളിംഗ് ആണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. So I thought, what happens even if I am fooled? Anyway, I have not used any drugs or any addictions to get me into this. So let me be like that. പക്ഷെ അങ്ങനെ മനഃശാസ്ത്രപരമായി അങ്ങനെ സന്തോഷം വരാൻ കാരണമില്ല. കാരണം ഞാൻ ആ യോഗത്തിൽ ചെന്നു, പക്ഷെ അവിടെ എനിക്കൊരു കംഫർട്ടബിൾ സിറ്റുവേഷൻ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. നല്ലൊരു പ്രസംഗമൊന്നും ഞാൻ കേട്ടില്ല. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല എന്നിടയ്ക്ക് ഞാൻ ചിന്തിക്കുന്നുണ്ട്. So in between I was thinking like that there is no possibility for me to have those type of experiences because I didn't have any drugs. I just went to that place. Even I couldn't hear the preaching well. Just for 5 minutes I was there. These thoughts were going in my mind. ഒരു സത്യം എനിക്ക് മനസ്സിലായി. One truth I came to understand. Story of Jesus is nothing but reality. That the story of Jesus is a reality in our lives. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. വലിയ സന്തോഷമുള്ളവനായിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. So I went to home with a great joy in my heart. സന്തോഷം കൊണ്ട് ഈ സ്തോത്രവും ഹല്ലേലൂയയും പറയാൻ അറിയാതിരുന്നത് കൊണ്ട് സന്തോഷം കൊണ്ട് ഞാൻ ഭാരപ്പെട്ട ഒരു രാത്രിയായിരുന്നു അത്. So with a great joy that I went to my home, I didn't know how to praise God or say hallelujah. So I was having that burden of great joy in that home. നമുക്കറിയാം, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് ചിരിയിലൂടെയോ കണ്ണുനീരിലൂടെയോ ഒക്കെ പുറത്തു കളഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. So we all know whatever types of emotions, even if it is joy or sorrow, if we are not exhibiting through our smile or tears, but it can become a great burden. അങ്ങനെ യേശുവിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചു. So I decided I have to live for Jesus. അല്പം കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത ഓടി വരികയാണ്. After some time this thought came into my mind. വീട്ടുകാർ ഇറക്കി വിട്ടാൽ ഞാൻ അവിടെ പോകും. If my house people put me outside, where will I go? ഞാൻ വിവാഹം കഴിക്കേണ്ട സമയം വരുമ്പോൾ എന്റെ വിവാഹം നടക്കുമോ? If the time comes for me to get married, will my marriage happen? ഞങ്ങളുടെ സ്ഥലം വീതിക്കുമ്പോൾ എനിക്കുള്ള വീതം കിട്ടുമോ? When they divide the land, will I get my portion? ഇന്ന് ഓർക്കുമ്പോൾ ഞാൻ എത്ര വലിയ ഭോഷനായിരുന്നു അങ്ങനെ ചിന്തിക്കാൻ എന്നോർത്ത് ലജ്ജിക്കാറുണ്ട്. So today when I think about it, I will think what a fool that I was to think about all those things at that time. അന്നത്തെ എന്റെ പ്രായം, അന്നത്തെ എന്റെ സാഹചര്യം, ഒരു ഹൈന്ദവൻ എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ ന്യായവുമുണ്ട്. So in that time, in my age, when I was from a Hindu background, when I thought like this, it can be justified. അങ്ങനെ ഞാനൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. So I came to a decision. യേശുവിന് വേണ്ടി ജീവിക്കുക, പക്ഷേ I want to live for Jesus, പരസ്യമായിട്ട് വേണ്ട, but not to show to others. വിവാഹം കഴിക്കുന്നവരെ, സ്ഥലം കിട്ടുന്നവരെ, ഒരു കൊച്ചു വീടുണ്ടാക്കി മാറി താമസിക്കുന്നത് വരെ യേശുവിനെ രഹസ്യമായി ആരാധിക്കുക. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ യേശുവിനെ പരസ്യമായി ആരാധിക്കുക. ഇങ്ങനെ ഞാൻ തീരുമാനിച്ചു. So till I get married, till I get the portion of my mind, I will secretly worship Jesus, and after I get all those, then I will worship him so that everyone will know. എന്റെ ആ കണ്ണിങ് മൈൻഡ് എത്ര മോശമായിരുന്നു എന്നോർക്കുമ്പോൾ എനിക്ക് ഇന്ന് ലജ്ജയുണ്ട്. So if I think about how cunning my mind was, now I feel very ashamed about it. ഞാൻ ഭീരുവാണെന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി. The Holy Spirit convicted me that I was on the wrong when I thought about this. ഒരു സ്വാർത്ഥനാണ് എന്ന് പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി. The Holy Spirit convicted me that I was a selfish, covetous person. പക്ഷെ അങ്ങനെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്റെ അഭിമാനത്തിന് ക്ഷതമാണ്. So I was not willing to continue like that because it was against my pride. അതും a kind of pride, ഒരു അഹങ്കാരമായിരിക്കാം. Anyhow, I wanted to. So I was one that it was also a kind of pride, and I wanted to live as the Spirit led. ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, എന്റെ വീട്ടുകാരെന്നെ ഇറക്കി വിട്ടാലും നാട്ടുകാരെന്നെ കല്ലെറിഞ്ഞു കൊന്നാലും വിവാഹം നടന്നില്ലെങ്കിലും എനിക്ക് ആരുമില്ലെങ്കിലും യേശുവിന് വേണ്ടി ജീവിക്കണം എന്നൊരു തീരുമാനത്തിലെത്താൻ എനിക്ക് 1974 ജൂലൈ മാസം 20 ദൈവം ഭാഗ്യം നൽകി.
So on July 20, 1974, the Holy Spirit gave me this great decision. Even if my home people put me outside, even if I'm stoned, even if my marriage doesn't happen, but I will still follow the Lord Jesus. The Lord gave me the great privilege of knowing Him. 19 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിലെ ബോഡ്ജറ്റിയിൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ദൈവഭക്തന്റെ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു അത്. So this was an answer to a prayer 19 years ago when a old man had dedicated me in that seashore. അതേക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നല്ലോ. I described about it in the previous week. പിറ്റേ ദിവസം ഞാനൊരു നോട്ട്ബുക്കും പേനയും ഒക്കെ ആയിട്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കാനും കർത്താവിനെ കുറിച്ച് അറിയാനും ഇടയായി. അങ്ങനെയാണ് The next day I note and pen and the class and came to know more about Jesus. That's how the faith. ദൈവം അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ അടുത്ത ഭാഗം കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച my other experiences we will know will share coming. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. Upon the book of Revelation. ആ വെളിപ്പാട് പുസ്തകം 1:19-20 വാക്യങ്ങളിൽ മൂന്നായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. Revelation we saw in 3 ways it is divided. We saw യോഹന്നാനോട് പറയുകയാണ്, നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനുള്ളതും എഴുതുക എന്ന് യോഹന്നാൻ പറഞ്ഞതുകൊണ്ട് എഴുതിയതാണ് വെളിപ്പാട് പുസ്തകം. John is said that right therefore what you have seen, what is now and what will take place later. ഏകദേശം 96 കാലങ്ങളിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. It was around the year AD 96 this book was written. പത്മോസ് എന്ന ഒരു ദ്വീപ സമൂഹത്തിൽ ആണ് ഇതിന്റെ ആരംഭം. It was by the island of Patmos the beginning of it. അതിന് ഇപ്പോഴുള്ളത് എന്നുള്ളത് യേശുവിന്റെ സപ്തവർണ്ണനയാണ്. അത് 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. So in the previous week, what is happening now about the great description of Jesus in chapter 1 we saw in the last weeks. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇപ്പോഴുള്ളത് അഥവാ 2-3 അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്ന സഭകളെ കുറിച്ചാണ്. So today we are going to discuss about what is now about the chapters 2 and 3 about the 7 churches in Revelation. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകളെ കുറിച്ചുള്ള കർത്താവിന്റെ സന്ദേശങ്ങളാണ്. So in the Revelation chapter 2 and 3 there are 7 churches. The messages to them is what is written in these chapters. ഈ 7 സഭകളും 7 പട്ടണങ്ങളിൽ എഫെസോസ്, സ്മുർന്ന, ഫിലദൽഫിയ, തുയത്തൈര, സർദീസ്, ലവോദിക്കിയ തുടങ്ങിയ 7 പട്ടണങ്ങളിൽ ഉണ്ടായിരുന്ന സഭകളാണ്, ലോക്കൽ സഭകളാണ്. So these 7 churches were local churches in 7 cities: Ephesus, Smyrna, Pergamum, Thyatira, Sardis, Philadelphia and Laodicea. ഈ പട്ടണങ്ങൾ ഇന്നുമുണ്ട്. These cities are present even today. അത് ഇന്നത്തെ ടർക്കിയിലാണ്. It is in modern day Turkey. പക്ഷെ പല സഭകളും ഇന്നില്ല. എന്നാൽ സ്മുർണയിലൊക്കെ ചെറിയ ക്രിസ്തീയ കൂട്ടായ്മകൾ ഇന്നുമുണ്ട്. Many churches are not there, but in Smyrna little churches are still present. ഈ 7 സഭകളെ കുറിച്ചുള്ള ദൂതുകളാണ് 2-3 അധ്യായങ്ങൾ കാണുന്നത്. In chapters 2 and 3 we see the messages to these 7 churches. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു സ്വഭാവമാണ് 7 എന്നുള്ളൊരു സംഖ്യ. So the specialty of this book of Revelation is the number 7. സംഖ്യാശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ് വെളിപ്പാട് പുസ്തകത്തിൽ. Numerology is very important in the book of Revelation. അത് ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല. It is not related to astrology. അത് തിയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. It is related to theology. 2-3 അധ്യായത്തിൽ നമ്മൾ 7 സഭകളെ കാണുന്നു. In this 2 and 3 chapters we see 7 churches. 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ 7 മുദ്രകൾ, സീലുകൾ നമ്മൾ കാണുന്നു. In chapters 6 to 8 7 seals we see. 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ 7 കാഹളങ്ങൾ, ട്രംപറ്റ് നമ്മൾ കാണുന്നു. Chapters 8 to 11 we see about 7 trumpets. 11-12 അധ്യായങ്ങൾ നമ്മൾ 7 മൂർത്തികൾ, ഐഡൽസ് അല്ലെങ്കിൽ രൂപങ്ങൾ നമ്മൾ കാണുന്നു. Chapters 11 and 12 we see 7 idols, images we see. 7 മൂർത്തികൾ, 7 സ്വരൂപങ്ങൾ നമ്മൾ കാണുന്നു. 7 forms we see.
16 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ 7 കലശങ്ങൾ നമ്മൾ കാണുന്നു. From 16 to 21, we see 7 bowls. 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ 7 തീർപ്പുകൾ, വെർഡിക്റ്റുകൾ കാണുന്നു. So from 17 to 21, we see 7 verdicts. 21-22 അധ്യായങ്ങളിൽ നമ്മൾ 7 നൂതനങ്ങൾ, പുതിയ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. So in 21 chapter and 22 chapter, we see 7 new things which are there. ഒന്നാം അധ്യായത്തിൽ 7 പൊന്നില വിളക്കുകൾ നമ്മൾ കാണുന്നു. In the first chapter, we see the 7 golden lampstands. ഒന്നാം അധ്യായത്തിൽ 7 നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നു. In the first chapter, we saw 7 stars. നാലാം അധ്യായത്തിൽ 7 ദീപങ്ങൾ നമ്മൾ കാണുന്നു. So in the fourth chapter, we see 7 lamps. അഞ്ചാം അധ്യായത്തിൽ നമ്മൾ 7 മുദ്രകൾ, മുദ്രകൾ നമ്മൾ കാണുന്നു. In fifth chapter, we see 7 seals. അഞ്ചാം അധ്യായത്തിൽ 7 കൊമ്പുകൾ, ഹോൺസ് നമ്മൾ കാണുന്നു. Fifth chapter, we see 7 horns. അഞ്ചാം അധ്യായത്തിൽ 7 കണ്ണുകളെ കുറിച്ച് നമ്മൾ കാണുന്നു. Fifth chapter, we see 7 eyes. എട്ടാം അധ്യായത്തിൽ നമ്മൾ 7 ദൂതന്മാരെ കാണുന്നു. In 8th chapter, we see 7 angels. എട്ടാം അധ്യായത്തിൽ നമ്മൾ 7 കാഹളങ്ങളെ കുറിച്ച് കാണുന്നു. 8th chapter, we see 7 trumpets. പത്താം അധ്യായത്തിൽ നമ്മൾ 7 ഇടിമുഴക്കം നമ്മൾ കാണുന്നു. So in chapter 10, we see 7 thunders. 12ാം അധ്യായത്തിൽ നമ്മൾ 7 തലകൾ, 7 ഹെഡ്സ്, 7 തലകൾ നമ്മൾ കാണുന്നു. In 12th chapter, we see 7 heads. 12ാം അധ്യായത്തിൽ 7 രാജമുടികളെ കുറിച്ച് നമ്മൾ കാണുന്നു. So we see in 12th chapter 7 crowns. 15ാം അധ്യായത്തിൽ 7 ബാധകൾ, പ്ലേഗ്സ് നമ്മൾ കാണുന്നു. 15th chapter, we see 7 plagues. 15ാം അധ്യായത്തിൽ 7 പൊൻകലശങ്ങൾ നമ്മൾ കാണുന്നു. In the 15th chapter, we see 7 golden. 17ാം അധ്യായത്തിൽ 7 മലകളെ നമ്മൾ കാണുന്നു. In the 17th chapter, we see 7 hills. 17ാം അധ്യായത്തിൽ 7 രാജാക്കന്മാരെ കാണുന്നു. We see 7 kings also in the same chapter. ഇങ്ങനെ 7കളുടെ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. That means it's a book of 7s is this book of Revelation. അതിനൊക്കെ ആഴമേറിയ അർത്ഥങ്ങളുമുണ്ട്. There are deep meanings attached to it. വെളിപ്പാട് പുസ്തകം പഠിക്കണമെങ്കിൽ അതിന്റെ സംഖ്യാശാസ്ത്രം അറിയണം. So if we have to learn about the book of Revelation, we need to know about the numerology attached to it. യുഗങ്ങളെ കുറിച്ച് പഠിക്കണം. We need to know about the ages related to it. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രാമാറ്റിക് ലാംഗ്വേജ് കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. We need to know about the language which is used here. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒക്കൂ. Then only we can know the original meaning intended that we need to understand. എങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനുള്ളതൊക്കെ ലളിതമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. Even though whatever we need to understand has been very written in a simple manner in this chapter. 7 സഭകൾ എന്നിവിടെ എഴുതുവാൻ കാരണം എന്താണ്? So what is the reason to be for writing to the 7 churches? ഏത് പുസ്തകം പഠിച്ചാൽ തന്നെ 10ഓളം സഭകൾ ആ റീജിയനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. If you study the Bible, we know about 10 churches were there around that region. പക്ഷെ ഇവിടെ 7 സഭകളെ കുറിച്ച് 2-3 അധ്യായങ്ങൾ എഴുതിയിട്ടുള്ളൂ. But here about only 7 churches is what is written in the chapters 2 and 3. അതിന് ആഴമേറിയ അർത്ഥമുണ്ട്. There are deep meanings attached to it. വാസ്തവത്തിൽ സഭ എന്നാൽ എന്താണ്? What is the true meaning of a church? ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ നേരത്തെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ ഒന്നെടുത്ത് വായിക്കുന്ന നല്ലതായിരിക്കും. മത്തായിയുടെ സുവിശേഷം 16ാം അധ്യായത്തിന്റെ 18ാം വാക്യത്തിലാണ് സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രഖ്യാപനം നമ്മൾ കാണുന്നത്. അത് യേശുവിന്റെ പ്രഖ്യാപനമാണ്. കൈസരിയുടെ ഫിലിപ്പിയ, പല പട്ടണങ്ങളുണ്ട് കൈസരിയിൽ തന്നെ. അവിടെ വെച്ച് യേശു പറയുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് മത്തായി 16:18 വായിക്കാൻ കഴിയും. ഒന്ന് വായിക്കാമോ? Yeah, the first declaration about the church is done by Jesus in a place called Philippi Caesarea in Matthew chapter 16 verse 18. And I say also unto thee, thou art Peter, and upon this rock I will build my church, and the gates of hell shall not prevail against it. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. I will build my church, the gates of hell will not prevail against it. അപ്പോൾ ഇവിടെ കർത്താവിന്റെ സഭയുമുണ്ട്, പാതാള ഗോപുരവുമുണ്ട്. So here we see the Lord's church and the gates of hell. വർഷങ്ങൾക്ക് മുൻപ് വെല്ലൂര് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, കെ നമ്പൂതിരിപ്പാട്.
So years ago, there was a professor in Vellore, K. Nambundriparyan, നിങ്ങളുടെ ആശുപത്രിയില് in CMC Hospital. അദ്ദേഹത്തിന്റെ വളരെ രസകരമായ ഒരു പ്രസംഗമുണ്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തില്. There's a very interesting message which is related to this passage. ഒരിക്കലും ഒരു മനുഷ്യന് സ്വർഗത്തിൽ ചെല്ലുകയാണ് സ്വപ്നത്തിൽ. There was one person, he went to heaven in a dream. അങ്ങനെ ചെന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് അയാൾ നരകത്തിന്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ കാണുകയാണ്. So when he went and saw from heaven, he could see front of hell from that place. നല്ല പുൽത്തകിടികൾ, വെള്ളച്ചാട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ, വളരെ മനോഹരമായ സ്ഥലം. It was very nice, a place of lawn of grass, fountains of water running, and very flat, all very beautiful place. അപ്പോൾ അദ്ദേഹം ഈ ദൂതനോട് ചോദിച്ചു, അതേതാ സ്ഥലം? So he asked the angel, what is that place? അത് നരകത്തിന്റെ ഗേറ്റ് ആണ്. So he described that is the gate of hell. ഇത്ര മനോഹരമാണോ നരകം, നരകത്തിന്റെ ഗേറ്റ്? അപ്പോൾ ഇതിന്റെ അകം എത്ര ഭംഗിയായിരിക്കും. So he asked, interestingly, the entrance only is so beautiful, so how beautiful it will be inside. ഈ അച്ഛന്മാരും ഈ ഉപദേശിമാരും ഒക്കെ ഞങ്ങളെ പറഞ്ഞ് അവിടെ പുഴുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇരിക്കുകയായിരുന്നല്ലോ. ഇവര് എന്തുവാ ഞങ്ങളെ പറഞ്ഞത്? ഇത്ര മനോഹരമാണോ ഈ നരകം? So these priests and pastors were really putting us into fear, telling that there are a lot of worms and snakes there. They are putting us to fear, but see how beautiful it is. അപ്പോൾ ഈ ദൂതൻ ചോദിച്ചു, നിനക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കാണണമെന്നുണ്ടോ? So this angel asked, do you want to go and see there how it is? അന്ന് തീർച്ചയായിട്ടും പോകണം, ഇത് കണ്ടില്ല പിന്നെ ഏതാ കാണേണ്ടത്? So he said, yeah, definitely I want to go. If I don't see this, what else can I see? അങ്ങനെ അവൻ അവിടേക്ക് പോവുകയാണ്. So he is taken to that place. വെള്ളച്ചാട്ടങ്ങളും പുൽത്തകിടികളും പുഷ്പങ്ങളും ഗോപുരങ്ങളും എല്ലാം കണ്ടവൻ സന്തോഷിച്ചിങ്ങനെ അതിന്റെ ഗേറ്റിൽ ചെല്ലുന്നു. So he was very happy to see all the fountains and very gardens and waters all there. He was going towards that entrance. അവൻ അകത്തേക്ക് കയറിയപ്പോൾ when he entered into that place, അതിനെ ആ ഗേറ്റിന് അകത്തായിട്ട് നിന്ന രണ്ട് പിശാചുക്കൾ ഇവനെ പിടിച്ചു. ഞങ്ങൾ നിന്നെ ഒന്ന് മാനിച്ച് വെൽക്കം ചെയ്ത് അകത്തോട്ട് വിടാമെന്ന് പറഞ്ഞു. So the two devils inside, they caught him and said, we will honor you and allow you inside. ഒരുത്തൻ ആ കാലെ പിടിച്ച് നിലത്തിട്ട് ഒരൊറ്റ അടി അടിച്ചിട്ട് എറിഞ്ഞു വിടുക. ഇത് ഞങ്ങളൊന്ന് റെസ്പെക്ട് ചെയ്തതാണ്, അടുത്ത ഗേറ്റിലോട്ട് വിടുകയാണ്. So one person held his leg and hit it to the ground and he said, this is how we respected, we are allowing you to the next gate. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവനെ സ്നേഹമായിട്ട് സ്വീകരിച്ച് കയ്യിലേക്ക് എടുത്തിട്ട് നിന്നെ ഒത്തിരി ഞങ്ങൾക്ക് ആദരിക്കണം പറഞ്ഞ് അവൻ ഇങ്ങനെ ചുരുട്ടുകയാണ്. ഇവൻ ഇങ്ങനെ നീണ്ടു വരുന്ന പോലെ അവന് തോന്നുകയാണ്, കയ്യിലിട്ട് തിരുമുകയാണ്. So in the next gate, they are, we want to honor you with love, and they are nicely turning him in his hand, and he's like becoming lengthening. അപ്പൊ അവനെ ഒരു ചവിട്ടുമൊക്കെ ചവിട്ടി അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. He was nicely kicked and put into the next place. അടുത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അവന്റെ കാലും കൈയും പിടിച്ച് ഇങ്ങനെ വലിക്കുകയാണ് ഒരു പരിപാടി. അത് അവനെ ഹോണർ ചെയ്യുന്ന ഒരു രീതിയാണ്. എല്ലാ ജോയിന്റുകളും ഇളകി പോകുന്ന പോലെ അവന് തോന്നി. Next place of honoring was his legs and hands were pulling. It was like a place of honor where he was receiving good honor. അവസാനം അവൻ ലൂസിഫറിന്റെ അടുക്ക ചെന്നു. Finally he reached the place of Lucifer. ലൂസിഫർ വാ തുറന്നപ്പോൾ തന്നെ സഹിക്കാൻ മേലാത്ത നാറ്റം. When he opened his mouth only, the stench was not bearable. ഭയങ്കര പൊട്ടിച്ചിരി. He started laughing very loudly. അവൻ ഒരു കാര്യം കൈ കൂപ്പിക്കൊണ്ട് ചോദിച്ചു, യജമാനെ എനിക്കൊരു കാര്യം അറിയണം. So he asked, Master, I want to know one thing. ഞാൻ ഈ ഗേറ്റിന് പുറത്ത് കണ്ടതെല്ലാം എന്താണ്? What was it that I saw all this outside the gate? ലൂസിഫർ ഒന്നുകൂടെ ചിരിച്ചിട്ട് പറഞ്ഞിട്ട്, നിന്നെ പോലുള്ളവനെ ഇതിനകത്ത് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ചെറിയ അഡ്വർടൈസ്മെന്റ് വിങ് അവിടെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പല വിങ്ങുകളും ഞങ്ങൾക്കുണ്ട്. So Lucifer replied, to bring people like you here, we have a small advertisement to wing who are stationed outside. ഇതാണ് പാതാള ഗോപുരം. This is what is the meaning of gates of hell. പാതാള ഗോപുരം അത് കാണാൻ വളരെ ഭംഗിയാണ്. Gates of hell may look very beautiful from outside. പക്ഷേ ആ ഗോപുരം പാതാളത്തിന് മുകളിലാണ്. But the gates of hell are above hell. ഞാൻ ഒരിക്കല് ഈ ടൊറന്റോ ടവറില്
കയറി. അവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. Once I went to climbed upon the Toronto Tower. There is a dangerous thing there. അവിടെ ഒരു ക്ലാസ് ഇട്ടിരിക്കുകയാണ്, അതിലൂടെ നമുക്ക് വേണമെങ്കിൽ നടക്കാം. There is a place where it is filled with glass and we can walk over it. പക്ഷെ ആ ക്ലാസ് നമുക്ക് കാണാൻ ഒക്കെയല്ല. But we cannot see that glass. നമുക്ക് കാണാൻ കഴിയുന്ന ആഴത്തില് അഗാധമായ സ്ഥലമാണ് കാണുന്നത്. വണ്ടിയൊക്കെ പോകുന്നു, വണ്ടികളൊക്കെ ചെറിയ തീപ്പെട്ടി പോലെയൊക്കെ തോന്നത്തുള്ളൂ, അതുപോലെ ആഴമേറെ. പക്ഷെ ഈ ക്ലാസ് നമുക്ക് കാണാൻ ഒക്കെയല്ല. What we can see is what is below in the great depth. All the vehicles like some matchsticks, very small it looks. That great depth we can see from above. ഇത് ചിലർ വിറയ്ക്കുന്ന കണ്ടു, ചിലർ താഴോട്ട് നോക്കാതെ മുകളിലോട്ട് നോക്കി നടന്നു പോകുന്നതും കണ്ടു. ഞാനും പകുതി നടന്നപ്പോൾ ഒരു വിറയലൊക്കെ ഉണ്ടായി, മുകളിലോട്ട് നോക്കിയാണ് അപ്പുറം കടന്നത്. Some people go very afraid. Some people just look up and go. I was also in between going forward and going up and seeing going forward. ചിലരെ ധൈര്യമുള്ളവർ താഴോട്ട് തന്നെ നോക്കി നടക്കുന്നുണ്ട്. Some people who are bold are also looking down also and walking. എന്നാൽ ഈ ഗോപുരം അകം പാതാളമാണ്, കണ്ണാടിയൊന്നുമല്ല. But these gates inside is a bottomless pit. There is no glass there. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ പാതാള ഗോപുരം കണ്ട് ആകർഷിക്കപ്പെട്ട് അതിനകത്തേക്ക് കടന്ന് പാതാളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. Thousands and 10,000s of people are very attracted to the gates of hell and are falling inside it. എന്നാൽ അതിന്റെ മറുവശത്ത് ഈ പാതാള ഗോപുരം ആൾക്കാരെ പിടിക്കാതിരിക്കാൻ, ആകർഷിക്കാതിരിക്കാൻ കർത്താവ് ഒരു സഭയുണ്ടാക്കിയിരിക്കുന്നു. Contrary to that, the Lord has created a church to prevent people from falling into the gates of hell. യേശു പറയുകയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. Jesus is saying, I will build my church, the gates of hell will not prevail against it. പാതാള ഗോപുരങ്ങൾ ജയിക്കാതിരിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ സഭയിലായിരിക്കണം. If the gates of hell should not prevail, you have to be inside the church. മാസ്ക് ധരിക്കണം, കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യണം എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നത് എന്ത്? നമുക്ക് കാണുവാൻ കഴിയാത്ത വൈറസ് വരുന്നത് കൊണ്ടാണ്. Why the doctors advise you have to put mask and sanitize your hands? Because the virus which we cannot see with our eyes is prevalent, so to protect us from that. ഇതുപോലെ അറുക്കുവാനും മുടിക്കുവാനും വരുന്ന പിശാച്, നമ്മളെ നരകത്തിൽ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന പിശാച്, അത് മറച്ചു വെച്ചിട്ട് കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതാണെന്ന് പറഞ്ഞ് പലതും കാണിച്ച് നമ്മളെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് നരകത്തിൽ തള്ളാതിരിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ സഭ. So God has kept his church to protect us from the Satan who wants to seek, steal, kill and destroy, and he comes in very attractive ways to see, for our eyes, to things which are pleasurable for our flesh. He wants to attract us and he wants to pull us towards hell, and church is there as a protective agent to keep us away from his tricks. സഭ ആരുടേതുമല്ല, യേശുവിൻ്റെതാണ്. The church does not belong to anyone, it is belonging to Jesus. യേശു പറയുകയാണ്, ഞാൻ ഞങ്ങളെന്നല്ല, ഞാൻ എന്റെ, ഞങ്ങളുടേതല്ല, എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. Jesus is saying, I, not we, will build my church, not our church. Yes, it is his own church. The gates of hell will not prevail against it. സഭയെ പല നിലകളിൽ ഉപമിച്ചിട്ടുണ്ട്. The church is told in various ways. ആ ഉപമാനത്തിൽ സഭ ഒരു ആട്ടിൻകൂട്ടമാണ്, അതിന്റെ ഇടയൻ യേശുവാണ്. There's another place, church is described as a sheepfold and the shepherd is Jesus. സഭ ഒരു കെട്ടിടത്തോട് ഉപമിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനക്കല്ല് യേശുവാണ്. Church is told as described as a building and the cornerstone or the foundation stone is Jesus. സഭ ഒരു ശരീരത്തോട് ഉപമിച്ചിട്ടുണ്ട്, അതിന്റെ തല ക്രിസ്തുവാണ്. Church is typified as a body and the head of that body is Jesus Christ. എഫെസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ സഭയെക്കുറിച്ചുള്ള പൗലോസിന്റെ ചിന്ത, ആ സഭയ്ക്ക് വേണ്ടി യേശു എന്താണ് ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. എഫെസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ
27 വായിക്കാമോ? Ephesians 5 verse 27, Paul describes the glorious church that he might present it to himself a glorious church, not having spot or wrinkle or any such thing, but that it should be holy and without blemish. കറയും കളങ്കവും മാലിന്യവും വാട്ടവുമില്ലാത്ത ഒരു സഭയ്ക്ക് വേണ്ടി യേശു തന്നെത്താൻ ഏൽപ്പിച്ചു. Jesus has given himself for a glorious church without having spot or wrinkle or any such thing, or holy and without blemish. ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ത്? What is the meaning that he gave himself? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുക്കാൻ, വേഷത്തിൽ മനുഷ്യനാകാൻ ഏൽപ്പിച്ചു കൊടുത്തു. Jesus gave himself not as a position equal to God, but he became a form of a humble servant and gave himself for us. ഇതേപോലുള്ള ചെറിയ മനുഷ്യർക്ക് വലിയവരാകാനുള്ള ആഗ്രഹമാണുള്ളത്. In these days, small people want to become great in their lives. എന്നെ പോലുള്ള ചെറിയ മനുഷ്യർക്ക്, people like me want to become big or great in our lives. എന്നാൽ യേശു ചെറിയവനാകാൻ ആഗ്രഹിച്ചു. But Jesus desired to humble himself or become more little. അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? How can we make a meaning or understand about that? ചന്ദ്രനിൽ ജീപ്പ് ഓടിച്ച ജെയിംസ് ഇർവിന് മാരാമൺ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ ആ പ്രസംഗം കേൾക്കാനായിട്ട് പോയി. The one who drove jeep in mode when he came to Maraman convention to preach, I went to hear him. ജെയിംസ് ഇർവിൻ ഓടിച്ച ജീപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. James Irwin, the jeep he drove, it is in NASA. അപ്പോൾ അദ്ദേഹം വരുന്നുവെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ ആവേശമായി. ഞാൻ ആ പുറകിൽ പോയി അദ്ദേഹത്തെ കാണാനും ഒന്ന് പ്രസംഗം കേൾക്കാനും പോയി ആ മണൽപ്പുറത്തിരുന്നു. So when I thought that he was coming there, I was very desirous to see him. I went to see him and hear his message. അദ്ദേഹം ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതിശയമല്ല, ഞാൻ അതിനു മുമ്പ് ഈ കല്ലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട്, അദ്ദേഹം ചന്ദ്രനെ കുറിച്ചൊക്കെ പറയുന്ന കേൾക്കാൻ, ആ വലിയ മനുഷ്യനെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് ഞാൻ ആർത്തിയോട് പോയിരിക്കുകയാണ്. So he showed the stone from moon. I have seen the stones before also, but to see him, what he is going to say, I went and sat in that convention. അദ്ദേഹം പറഞ്ഞതൊന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ആക്സെന്റിലോ ഒന്നും പറയാൻ എനിക്ക് അറിയത്തുമില്ല. എങ്കിലും എന്റെ മനസ്സിൽ അദ്ദേഹം പറഞ്ഞ ഏകദേശം ഒരു ചിന്ത എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. The time what all he said I may not remember, but the thoughts that he wanted to put forth, it's in my mind. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്ന്, that day he said like this, it's not a miracle that I could reach moon. He was saying that it was not a miracle that he could reach moon, but the miracle is the creator of moon came down to this blue planet. Oh Amen. My God. Yes. Hallelujah. ചന്ദ്രന്റെ സൃഷ്ടിതാവ്, the creator of the moon, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് അത്ഭുതമെന്ന് പറയുന്നത് ഞാൻ കേട്ടു. Came down to this earth was a miracle is what he said. അതൊരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. That is a mystery which we are also fail to understand. പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് തോന്നുന്ന ഒരു ചിന്താശാഖയാണത്. Against the laws of nature, it is a mystery that is to be unveiled. അതുതന്നെയാണ് ആഴമേറിയ ആത്മീകത്തിന്റെ അടിസ്ഥാന ഘടകവും. That is also the deep spiritual understanding we need to know. ഉപരിതലത്തിലുള്ള കോളും ഇളക്കങ്ങളും തെറ്റല്ലെങ്കിൽ പോലും അടിസ്ഥാനപരമായ ഒരു ആത്മീകത വളരെ ശ്രേഷ്ഠമാണ്. A deep spirituality is very essential, even though the other things may change. ബ്രെയിനിൽ നിന്ന് വന്ന് പോകുന്നതല്ല, അത് സോളിഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് ബ്രെയിനിൽ വന്നു പോകുന്നതല്ല, അത് സോളിഡ് ആയിട്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്നതാണ്. It is not just coming and going from our brain, but it is like a solid staying in our mind. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദാസനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു, ദാസനായിരുന്നില്ല. ഞാൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ അതൊരു മിറക്കിൾ അല്ല. So he gave himself, ഏൽപ്പിച്ചു കൊടുത്തത് ഒരു മിറക്കിളാണ്. So he gave himself as a servant. He was not a servant. If for me to become a servant, it's not a miracle, but for Jesus to become a servant, it was a great miracle. ഹംബിൾനെസ്
എന്ന് പറയുന്നത്. That is what is humble humility. ബേത്ലഹേമിലെ പുൽക്കൂട്ടിലും മരച്ചുവട്ടിലും മീൻ നാറുന്ന വള്ളത്തിലും ആഹാരം ലഭിക്കാതെ വിശന്നും വെള്ളം ലഭിക്കാതെ ദാഹിച്ചും യേശു ജീവിച്ചു. Jesus lived. He was born in a manger. He lived among the places where he didn't have much food to eat, or he was thirsty to drink. In those type of situations, he gave himself as a servant. മാനവലോകത്തിന്റെ പാപത്തിന്റെ ശാപങ്ങൾ, പാപവും ശാപവും തന്നിൽ ഏറ്റെടുത്തപ്പോൾ തന്റെ രോമകൂപങ്ങളിൽ ബ്ലഡ് വന്നു. ആ മാനസിക വ്യഥ ശരീരത്തിന്റെ ഓർഗൻസുകളിൽ എത്ര സ്വാധീനം ചെലുത്തി. അതൊരു അഭിനയമായിരുന്നില്ല. So when he went through those deep anguish and pain, the blood came as sweat in his skin. It was a great anguish of his mind. ഞാൻ കൊള്ളേണ്ട എല്ലാ അടികളും കൊണ്ടപ്പോൾ ആ പുറം ഒഴിവുചാല് പോലെ കീറപ്പെട്ടിരുന്നു. When he was beaten and bruised, his back was like plowed like a ground. മുഖത്തെ രോമങ്ങളൊക്കെ റോമൻ നാണയത്തിനകത്ത് കയറ്റി അത് ചുരുട്ടി വലിച്ചു പറിക്കുകയാണ്. ആളെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനാക്കി കളഞ്ഞു. His face skin was pulled and plucked apart. It was when we look at him, he was a disfigured person. മുൾക്കിരീടം വെച്ച് അമർത്തുമ്പോൾ ആ രക്തകണങ്ങൾ കണ്ണിലൂടെ കൺപോളകളിലൂടെയും ഒഴുകുന്നുണ്ടായിരുന്നു. When they pressed the crown of thorns on his head, it was like the blood was flowing drop by drop over his face. താന് ആദരിക്കപ്പെട്ട ആ സ്ഥലത്ത്, മാനിക്കപ്പെട്ട സ്ഥലത്ത് ഒരു നൊട്ടോറിയൽ ക്രിമിനൽസ് ആയിട്ട്, ക്രിമിനലിനെ പോലെ കണക്കാക്കി അല്പവസ്ത്രധാരിയായി കുരിശും ചുമന്ന് പോകേണ്ടി വന്നു. The place where he was honored, he was treated as a notorious criminal. He had to bear the cross, going half naked to that place of cross. ക്രൂശിൽ തറയ്ക്കപ്പെട്ടു 6 മണിക്കൂറുകൾ ക്രൂശിൽ കിടന്ന കർത്താവ് വേദന അനുഭവിച്ചു. Jesus was crucified about 6 hours. He was on the cross, suffering all the pain and agony. അതാണ് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. That is what is the meaning of he gave himself, or he submitted himself. എന്തിനേൽപ്പിച്ചു കൊടുത്തു? To what did he submit himself to? കറയും കളങ്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ഒരു കാന്ത, ഒരു സഭ ഉണ്ടാകേണ്ടതിന്. He gave himself for a glorious church without spot, without wrinkle, holy and without blemish. Those type of church to be created, he gave himself. യോഹന്നാൻ യേശുവിനെ കാണുന്നു, അടുത്ത സഭയെ കാണുന്നു. John is seeing Jesus and then he's seeing his church. യഥാർത്ഥ ആത്മീയത യേശുവിനെ കണ്ടാൽ അടുത്ത യേശുവിന്റെ സഭയെ കാണും അവൻ. True spirituality is when you look, when you see about Jesus, next you see about his church. യേശുവിന്റെ സഭയില്ലാതെ ഉള്ള ആത്മീയത പാതാള ഗോപുരത്തിന്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകും. The spirituality without involving the church, we will be entangled in the tricks of the gates of hell. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. Many people like that I have seen in my life. അവർ പറയുന്നതെല്ലാം ന്യായമായി തോന്നും. The things that they try to justify will look very nice. അവർക്ക് പറയുവാൻ ഒത്തിരി കുറ്റങ്ങളും കുറവുകളുമുണ്ട്. They would want to say a lot of faults that they want to say as an excuse. പക്ഷെ കുറെ കഴിയുമ്പോൾ അവരെ ആത്മീയ ലോകത്തിൽ കാണുകയില്ല. But after some time, if you want to see them, they will not be in the spiritual world. എന്റെ 47 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ, In the 47 years of my Christian life, സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികളെയും കോപിക്കുന്ന ക്രിസ്ത്യാനികളെയും ചതിക്കുന്ന ക്രിസ്ത്യാനികളെയും സഹായിക്കുന്ന ക്രിസ്ത്യാനികളെയും ഒക്കെ കണ്ടു. I've seen the loving Christians who are angry, those who are happy, those who are cheating, all kinds of people I have seen. ആൾക്കാരെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഞാൻ മടങ്ങിപ്പോയേനെ. If I had just based my trust on people, I would have gone back very long back. നിങ്ങൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടെയുള്ളവരെ എല്ലാം നോക്കി അവരിൽ ആരെങ്കിലും മോശമുള്ള ഒരാളെ കണ്ടുകൊണ്ട് നിങ്ങൾ ജോലിയൊന്നും വിടുകയല്ല. You are working in a Vellore hospital because people come in a different types of manner, even they are dirty. It's not that you will leave the hospital and go. നിങ്ങൾ കയറുന്ന ട്രെയിന്, നിങ്ങൾ കയറുന്ന ബസ്, നിങ്ങൾ കയറുന്ന പ്ലെയിനിൽ അവിടെ ഉള്ള ആൾക്കാരെ നോക്കിയൊന്നുമല്ല നിങ്ങൾ കയറുന്നത്. നിങ്ങളുടെ ലക്ഷ്യ സ്ഥാനത്ത് ഈ പ്ലെയിൻ എത്തുമോ അതാണ് നിങ്ങൾ നോക്കുന്നത്.
the bus that you climb, the train or the plane you climb, it's not because other people are there you will discontinue your journey, but the destiny where you want to go, that aim you are going forward and you want to fulfill it. അതിന് പകരമായിട്ട് പൈലറ്റ് ആരാണ്, എയർ ഹോസ്റ്റസ് ആരാണ്, ആരൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിയിരുന്നാൽ മിക്കവാറും അവന് യാത്ര ഒരിടത്തും എത്തുകയില്ല എന്നുള്ളൊരു സത്യമാണ്. So if you consider who's the pilot, who's the air hostess, other people who are journeying, if you're going to consider all that, then that you may not complete your journey. അതുകൊണ്ട് യേശുവിനെ കണ്ടവന് ഒരു സഭ ഉണ്ടായിരിക്കും. That who has seen Jesus will have a church. സഭയില്ലാത്തവൻ പാതാള ഗോപുരത്തിന്റെ പിടിയിലകപ്പെടും. പാതാള ഗോപുരത്തെ ജയിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ആ സങ്കേത നഗരമാണ്, ആ പ്രൊട്ടക്ഷനാണ് ദൈവത്തിന്റെ സഭ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. സഭയെയാണ് പാതാള ഗോപുരം ജയിക്കാതിരിക്കുന്നത്. The Lord has created church as a place of refuge. Otherwise, we will be entangled in the snares of the gates of hell. സഭയിലുള്ളവരും അറിഞ്ഞിരിക്കേണ്ടത് കറയും കളങ്കവും വാട്ടവും മാലിന്യവുമില്ലാതെ ജീവിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്, യേശു തന്നെത്താൻ ഏൽപ്പിച്ചത്. ഈ ബോധവും നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ പാതാള ഗോപുരത്തിന്റെ പിടിയിലകപ്പെട്ടു പോകും. We need to have a consciousness that God is desiring that we be preserving ourselves as a glorious church without spot, wrinkle, holy and without blemish. Otherwise, we will be entangled of hell. ദൈവസഭയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ദർശ്യമാണ്, മറ്റൊന്ന് അദർശ്യമാണ്. The church of God has two things, one which is visible, another is invisible. ദർശ്യമായതാണ് 2-3 അധ്യായങ്ങൾ. എഫെസോസിൽ ഒരു സഭയുണ്ടായിരുന്നു, സ്മുർന്നയിൽ ഒരു സഭയുണ്ടായിരുന്നു, ലവോദിക്കയിൽ ഒരു സഭയുണ്ടായിരുന്നു. അത് ദർശ്യമായ സഭകളാണ്. What was visible was these 7 churches. There was church in Ephesus, in Smyrna, in Pergamum, in all those places there was a visible church. അപ്പോൾ ദർശ്യമായ സഭകളുണ്ട്. That means those churches which are visible. ആ സഭയ്ക്കകത്ത് ഞാനും നിങ്ങളുമാണുള്ളത്. We are also part of those churches. ഇവിടെ അപ്പോസ്തലനും പ്രവാചകനും ഇടയനും ഉപദേഷ്ടാവും സുവിശേഷകന്മാരും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് എഫെസ്യ ലേഖനം 4:11-12 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. We read in Ephesians 4:11 and 12, there will be apostles, prophets, evangelists, teachers, pastors to edify the church. We read in that chapter. അതിനകത്ത് പ്രസിഡന്റ് ഉണ്ടാകും, സെക്രട്ടറി ഉണ്ടാകും, ഖജാൻജി ഉണ്ടാകും. ഒത്തിരി കാര്യങ്ങൾ ആ വിസിബിൾ ആയിട്ടുള്ള ചർച്ചിലുണ്ടാകും. ഗവൺമെന്റുമായിട്ടുള്ള നിയമവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്തിന്റെയോ ഗവൺമെന്റിന്റെയോ ഒക്കെ നമ്പർ ചിലപ്പോൾ ആ ബിൽഡിങ്ങിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. അങ്ങനെ വിസിബിൾ ആയ ചർച്ചിന് പല കാര്യങ്ങളുണ്ട്. So that visible church will have different structures associated with governmental structures, hierarchy, like president, treasurer, all those type of things which needs to be followed in a physical church. ബൈബിൾ എതിർക്കാത്തതിനെയെല്ലാം നമുക്ക് അംഗീകരിക്കുകയും ചെയ്യാം. We can accept those things which the Bible is not against. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയാത്ത സഭയുണ്ട്. But we also have a church which is not visible. അതിന്റെ പ്രസിഡന്റ് യേശു മാത്രമാണ്. The president of that church is Jesus alone. അതിൽ അംഗങ്ങളെ ആക്കുന്ന യേശുവാണ്. The one who makes the members of it is also Jesus. പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ വരവ് വരെയുള്ള കാലഘട്ടത്തിലുള്ള ഒരു സഭയാണ്. From the day of Pentecost till the coming of the Lord Jesus, in that period is one church. അതിൽ രക്ഷിക്കപ്പെടുന്നവർ മാത്രമേ വരുന്നുള്ളൂ. In that church only those who are saved can enter into that church. വിസിബിൾ ആയിട്ടുള്ള ചർച്ചിലുള്ളവരിൽ രക്ഷിക്കപ്പെട്ടവർ അദൃശ്യമായ സഭയിലേക്ക് വരും. In the visible church, those who are saved will be a part of this invisible church. ബൈബിൾ പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. The Bible says the Lord added those who were saved daily into the church. വിസിബിൾ ചർച്ചിൽ നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ പേര് അവിടെ എഴുതും. In the visible church, when we have joined it, they will write our name. നമുക്ക് ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആശുപത്രിയില് പഠിക്കാൻ വേണ്ടി വരുമ്പോഴൊരു സർട്ടിഫിക്കറ്റിനോ ഒക്കെ അത് പറ്റിയതാണ്. So those names will be very useful if it's for a marriage or if someone is looking for a seat in your medical college. It is very useful for that type of membership. എന്നാൽ കാണുവാൻ കഴിയാത്ത സഭയിൽ ജീവപുസ്തകത്തിലാണ് പേരെഴുതുന്നത്. അതൊരു പാസ്റ്ററെ ഏൽപ്പിച്ചിട്ടില്ല, അത് ദൈവം ചെയ്യുന്ന പരിപാടിയാണ്.
But for the invisible church, our names are written in the book of life. It's not given responsibility given to the pastors, but it's done by the Lord Jesus. വിസിബിൾ ചർച്ചിൽ 10 കന്യകമാരുണ്ടാകും, പക്ഷേ ഇൻവിസിബിൾ ചർച്ചിൽ 5 പേരെ കാണും. So in the visible church there will be 10 virgins, but in the invisible only 5 will be left. വിസിബിൾ ചർച്ചിൽ 3 ദാസന്മാരെ കാണും, പക്ഷെ ഇൻവിസിബിൾ ചർച്ചിൽ 2 ദാസന്മാരെ ഉണ്ടായിരിക്കുകയുള്ളൂ. In the visible church there will be 3 servants, but in the invisible church 2 servants only will be found. ഈ നമ്മുടെ മരണത്തിലോ കർത്താവിന്റെ വരവിന്റെ സമയത്ത് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. So this we will understand only at the point of our death or at the coming of the Lord Jesus. അതുകൊണ്ട് കറയും കളങ്കവും മാലിന്യവും വാട്ടവുമില്ലാതെ സൂക്ഷിക്കാൻ നമ്മൾ സദാ സന്നദ്ധരായിരിക്കണം. That's why we need to be desirous and ready to keep ourselves without spot, without wrinkle, holy and without blemish. അപ്പോൾ നമുക്ക് ഈ വിസിബിൾ ചർച്ച് 7 ചർച്ചുകളാണുള്ളത്. അപ്പൊ അവിടെ ആ വിസിബിൾ ചർച്ചിലുള്ള പ്രശ്നങ്ങൾ കർത്താവ് പറയുന്നു. ഇൻവിസിബിൾ ചർച്ചിൽ ഒരു പ്രശ്നവുമില്ല, അവിടെ ഒരു കുഴപ്പവുമില്ല. പക്ഷെ വിസിബിൾ ചർച്ചിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മളിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും. അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും കണ്ട് മനസ്സിലാക്കാൻ ഇടയാകണം. So Jesus is describing in the 7 visible churches the problems which can occur humanly. In invisible church those problems are not found, but because we are humans, the things which we can learn from this, the problems that they faced, we learn in these 2 chapters. അപ്പോൾ ഇപ്പോഴേ തന്നെ 8:30 ആയല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഈ വിസിബിൾ ചർച്ച് 7 സഭകളെ കുറിച്ചുള്ള നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങൾ ദയവായിട്ട് വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. അതിലുള്ള ദൂതുകൾ നിങ്ങൾ തന്നെ സ്വീകരിക്കണം. എന്നിട്ട് നമ്മളിത് എഫെസോസ് ചർച്ച, ആ സഭയോടുള്ള എന്ത് കുറ്റമാണ് കർത്താവ് പറഞ്ഞത്, അവരുടെ കുറ്റത്തിന് പരിഹാരം എന്താണ്, അവർ ആ കർത്താവ് നിർദ്ദേശിച്ചത് അവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും, എന്ത് പ്രശംസകളാണ് കർത്താവ് ആ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് എന്തെല്ലാം കാര്യങ്ങളാണ് വെറുക്കുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് ആ സഭയ്ക്കുള്ളത്. നിങ്ങൾ നോക്കുമ്പോൾ വിസിബിൾ ചർച്ചിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ കുറവുകൾ കണ്ടെത്താൻ വളരെ വേഗം കഴിയും, അത് ക്രമീകരിക്കാനും കഴിയും. So it is already time, so we would be discussing about it in the next week, but I would advise all of you to read chapters 2 and 3 and learn what is the message that the Lord is speaking. And for the church of Ephesus, what is the Lord saying that their shortcomings, how they need to improve, and how we can prepare ourselves and how we can correct ourselves. We will be learning from these chapters. കർത്താവായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോക്കാലിപ്സ്. May the Lord Jesus bless each and every of you richly. Apocalypse.